BJP-ക്കാർ എന്തോ അതിനകത്ത് കൊണ്ടുവന്ന് കളർ തേച്ചു. എന്നോട് ചോദിച്ചു, ഒരു തലയോട്ടി തരാം, അതിനകത്ത് മരിച്ച ആളിൻ്റെ രൂപം ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. മസിലുകൾ ഇവിടെ എത്രയും കറക്റ്റായാൽ ആൾ തിരിച്ചറിയാൻ പറ്റും. പ്രളയം വന്നതിൻ്റെ തലേ ദിവസം ഒരു പ്രശസ്ത കലാകാരൻ ഒരു അഭിപ്രായപ്പെട്ടു, ഈ ഐലൻഡുകളിലൊന്നും ഇത്ര ദുരൂഹമായ ശില്പങ്ങൾ ചെയ്യാൻ പാടില്ല. 2 ആഴ്ച കഴിഞ്ഞില്ല, ആ ശില്പം എടുത്ത് തലവ് തന്നെ ഇട്ടു. ആന്റണി മുഖ്യമന്ത്രിയെ പോയി കണ്ടു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലൈഫ് ജേണലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച പല കൊലപാതക കേസുകളും തെളിയിക്കാൻ നിർണായക പങ്കുവഹിച്ച ഒരു കലാകാരനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ആര്യനാട് രാജേന്ദ്രൻ സർ, നമസ്കാരം. നമസ്കാരം സർ. ഒരുപാട് ശില്പങ്ങൾ ചെയ്തു. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ശില്പം ഏതാണ്? ഇത് മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന അമ്മയും കുഞ്ഞും. അതൊരു മാതൃത്വത്തിൻ്റെ ശില്പമാണ്. അല്ല, ഞാൻ കുഞ്ഞിനെ നോക്കി സന്തോഷമായിട്ടിരിക്കുന്ന ഒരു നിമിഷം. അത് ആളുകൾക്കെല്ലാം ധാരാളം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശില്പം അത് തന്നെയാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ കേസ് തെളിയിക്കാനൊക്കെ താങ്കൾ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. അതും കേരളത്തിൽ തെളിയിക്കപ്പെടാത്ത പല കേസുകളും താങ്കൾ മൂലമാണ് തെളിയിക്കപ്പെട്ടത്. ആ കഥയൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമോ? ഇതുപോലെയുള്ള ശില്പങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഉമ്മാദത്ത് സാർ, ഫോറൻസിക് മെഡിസിൻ്റെ പ്രൊഫസർ, അദ്ദേഹം എന്നോട് ചോദിച്ചു, ഒരു തലയോട്ടി തരാം, അതിനകത്ത് മരിച്ച ആളിൻ്റെ രൂപം ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചെയ്യാം, ശ്രമിക്കാം പറഞ്ഞ് ചെയ്തു. ആദ്യമായിട്ട് സാർ എന്നെ ഒരു പരീക്ഷണാർത്ഥം ഒരു ശില്പം ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിന് പൂർണ്ണ വിശ്വാസം വന്നു, അത് ആ ഛായ ഒത്തു വരുന്നുണ്ടെന്ന്. അപ്പോൾ ക്രൈംബ്രാഞ്ച് വഴി തെളിവില്ലാതെ കിടക്കുന്ന തലയോട്ടികൾ സാറിന് കിട്ടാൻ കഴിഞ്ഞു. അപ്പോൾ അത് കൊണ്ടുവന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഞങ്ങൾ പഠിക്കുന്ന സമയത്തെ തന്നെ ആളെ ഇരുത്തി നോക്കി ഉണ്ടാക്കും. ആദ്യം ഉണ്ടാക്കുന്ന അവരെ നോക്കി മനസ്സിലാക്കിയിട്ട് അവരുടെ ഉള്ളിലെ തലയോട്ടിയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. ഒരാളുടെ തലയ്ക്ക് ഇപ്പോൾ ഉരുണ്ടിരിക്കുന്ന തലയോട്ടിയാണെങ്കിൽ ആ ഉരുണ്ട രീതിയിൽ ആദ്യം കളിമണ്ണ് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഈ മസിലിൻ്റെ അകത്തെ മസിലുകൾ ഇങ്ങോട്ട് കൊണ്ടുവരും, തലയോട്ടിയുടെ മോഡലിൽ കൊണ്ടുവരും. അതെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ മൂക്ക് പൊക്കുന്നത്, ഈ മസിൽ ഇവിടെ എല്ലാം രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്കത് ആ കലാചിന്തയിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഞാൻ ഉപയോഗിച്ച മെറ്റീരിയൽ, ഈ തലയൊട്ടിയിൽ ഇപ്പോൾ ചെയ്തത് പേപ്പർ പൾപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. കളിമണ്ണ് പോലെ തന്നെ ഈ പേപ്പർ പൾപ്പ് കുഴഞ്ഞ് കിട്ടും. അത് വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് രൂപം ഉണ്ടാക്കിയെടുക്കും. പിന്നെ നമ്മുടെ സംശയം എന്ന് പറയുന്നത് മൂക്കിൻ്റെ രൂപവും ചുണ്ടിൻ്റെ രൂപമാണ്. അത് നമ്മുടെ ഭാവനയിൽ അത് ഒപ്പിച്ച് വയ്ക്കും. പക്ഷെ നമ്മളിങ്ങനെ മറഞ്ഞിരുന്നാലും നമുക്ക് ഇന്ന ആളാണെന്ന് അറിയാൻ പറ്റുമല്ലോ. തലയിൽ തലയിൽ തൊപ്പി വഹിച്ചിരുന്നാലും വരുമ്പോൾ അറിയാം നമുക്ക് ഇന്ന ആളാണ് വരുന്നത്. അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. ഈ മസിലുകൾ ഇവിടെ എത്രയും കറക്റ്റായാൽ ആൾ തിരിച്ചറിയാൻ പറ്റും. ആ പടം എടുത്ത് പല ഭാഗത്തും കാണിച്ച്, സംശയമുള്ള ഭാഗത്തെല്ലാം കാണിച്ചപ്പോൾ അത് ഇന്ന ആളാണെന്ന് പറഞ്ഞു. കാരണം മരിച്ചു കിടക്കുന്ന ആൾ മരിച്ചതായിരുന്നോ, എവിടുന്ന് എന്താണെന്ന് യാതൊരു തെളിവുമില്ല, ആർക്കും ഒരു പരാതിയുമില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ആളിൻ്റെ തലയോട്ടിയിൽ രൂപം ഉണ്ടാക്കിയെടുക്കുക, അതാണ്. അങ്ങനെ ആ മരിച്ച ആളുടെ ഛായ അതിനകത്ത് വരും. അത് പോലീസുകാർ ആ സംശയമുള്ള ഏരിയകളിൽ കാണിക്കുമ്പോൾ അത് ഇന്ന ആളാണെന്ന് പറയും. പിന്നെ അതിനെക്കുറിച്ചുള്ള കുറ്റാന്വേഷണ വിഭാഗങ്ങൾ കണ്ടുപിടിച്ച് ആ കൊലപാതകയെ കണ്ടുപിടിക്കും. അങ്ങനെ 4 കേസുകൾ ചെയ്തു, 4 തെളിഞ്ഞു. കുറച്ച് പേര് 2-3 പേര് ജയിലിൽ കിടക്കുന്നതാണ്, ഇപ്പോഴും ജയിലിൽ കഴിയുന്നുണ്ട്. ഇപ്പം ഈ 60 വർഷത്തിൽ മേലെയായി ഈ ഒരു ശില്പകലയുമായി ബന്ധപ്പെട്ട് താങ്കൾ നിൽക്കുന്നു. ഈ ഒരു ഇത്രയും കാലഘട്ടം ജീവിച്ച, അല്ലെങ്കിൽ ഇത്രയും കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ കലയിലാണോ സമൂഹത്തിലാണോ മാറ്റം സംഭവിച്ചതായിട്ട് തോന്നിയിട്ടുള്ളത്? അത് സമൂഹത്തിലാണല്ലോ. സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ സൃഷ്ടി നടത്തുന്നത്. ജീവിത അനുഭവങ്ങളിൽ നിന്നുമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരൊക്കെ കഥകളും അതുപോലെ തന്നെ ചിത്രകാരൻ ചിത്രങ്ങൾ വരയ്ക്കുന്നതും ക്രിയേറ്റീവായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് സമൂഹത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. അതെപ്പോഴും സമൂഹത്തിലെ മാറ്റമാണ്. താങ്കളുടെ ശില്പങ്ങളിലെല്ലാം പ്രധാന ഒരു ഘടകം അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം അതിനകത്തിൽ നന്മ, സമൂഹത്തെ എല്ലാവരെയും ഒരുപോലെ കാണുക, അങ്ങനെ എപ്പോഴും അങ്ങനത്തെ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കറന്റ് സൊസൈറ്റിയിൽ
കുട്ടികൾക്ക് വേണ്ടി ഒരു മെസ്സേജ് പാസ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശില്പം ചെയ്യാമെന്നുണ്ടെങ്കിൽ താങ്കൾ എന്ത് മെസ്സേജ് ആയിരിക്കും കൊടുക്കുക? സ്നേഹത്തിൻ്റെ ശില്പങ്ങൾ തന്നെയാണ്. കൈകോർത്ത് നിൽക്കുന്നതും 2, 3 ഒരു 2 ശില്പജായനം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കും. കൈയും കാലും ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് സ്നേഹത്തിലാകണമെങ്കിൽ കൈയുടെ രീതികൾ എങ്ങനെ പോകണമെന്നൊക്കെ ഉള്ള രീതിയിൽ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഒരു കുട്ടി ഒരു കൊച്ചു കുട്ടി എല്ലാ കൈകളും ഉണ്ടാക്കി 2, 3 ശില്പം ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ ഇങ്ങനെ വെച്ചേക്കാതെ എടുത്ത് കൈകോർത്ത് ഐക്യത്തിൽ കഴിയുന്ന ഒരു ശില്പം ഉണ്ടാക്കാൻ പറഞ്ഞു. തോളിൽ കൈ വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കുട്ടി തോളിൽ കൈ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തോളിൽ കൈ വെച്ച് അതിൻ്റെ മുമ്പിൽ വീണ്ടും ഒരാളെ നിർത്തി വീണ്ടും ഒരു തോളിൽ കൈ വെച്ച് നീളത്തിൽ ചെയ്തു. അപ്പോൾ പിള്ളേരത് മനസ്സിലായിക്കോളും. ഞാനത് അവരുടെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കും, എൻ്റെ ചെയ്യേണ്ട മെത്തേഡും പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർ സ്നേഹത്തിലുള്ള ശില്പം തന്നെയാണ് അവിടെയും പഠിപ്പിക്കുന്നത്. ഈ ശില്പകലയിൽ, കലയെന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് നിയമങ്ങളുണ്ടാവും. ഒരു ശില്പം ചെയ്തെടുക്കാൻ ഒരുപാട് മെഷർമെൻറ്റ്, അപ്പം ഒരു ശില്പം ഉണ്ടാക്കുമ്പോൾ താങ്കളുടെ ഭാവനയിൽ ചിലപ്പോൾ ആ നിയമങ്ങൾ പാലിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. അപ്പം അങ്ങനൊരു ഘട്ടം വരികയാണെങ്കിൽ അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ആ ശില്പത്തിൻ്റെ സൗന്ദര്യത്തിനാണോ പ്രാധാന്യം കൊടുക്കുക അതോ നിയമത്തിനാണോ? എപ്പോഴും ശില്പത്തിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഒരു കലാകാരൻ ശ്രമിക്കത്തുള്ളൂ. അങ്ങനെ നിയമങ്ങൾ ലംഘിച്ച് ഏതെങ്കിലും ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉദാഹരണമായിട്ട് പറയാൻ പ്രത്യേകിച്ചങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരിടത്ത് ചെന്നപ്പോൾ മത്സ്യകന്യക ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ കാനയ്യ സാറിന് അനുഭവപ്പെട്ട പോലെ തന്നെ മത്സ്യകന്യ ഉണ്ടാക്കിപ്പോൾ ഈ തുണിയില്ലാത്ത ശില്പമൊന്നും ഉണ്ടാക്കി വെക്കണ്ട. അപ്പോൾ അതിപ്പോൾ ഇതിപ്പോൾ അനാട്ടമിയാണ് നമ്മൾ ചെയ്യുന്നത്, ശരീരഭാഗമാണ്. അപ്പോൾ അവിടെ ഈ മനുഷ്യ നിയമങ്ങളൊന്നും നമ്മൾ നോക്കണമെന്നില്ല. നമ്മുടെ സൃഷ്ടിപരമായിട്ട് ഞാനൊരു റിസോർട്ടിൽ ഒരു ചുവർ ശില്പം ചെയ്ത് കൊടുത്തു, മത്സ്യകന്യ. അപ്പോൾ അവിടെ വരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ കാനായി സാറിൻ്റെ ശില്പം കണ്ട് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി അതൊരു ദുർപ്രവർത്തികൾ ചെയ്യുന്ന മോഡലാകരുത്, അതേ ഉള്ളൂ. നമ്മുടെ അനാട്ടമി, നമ്മളപ്പോൾ ശരീരഭാഗം അങ്ങനെ ഇരിക്കുന്നു. അന്ന് പുരുഷന്മാരെ ശില്പങ്ങളൊക്കെ കണ്ട് പഴയ കാലത്തെയൊക്കെ തന്നെ നമ്മൾ മ്യൂസിയങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, പുരുഷൻ്റെ സ്ത്രീയുടെയൊക്കെ. അതുകൊണ്ട് ഇതൊന്നും ഒരു നിയമ പ്രശ്നം വരുന്നില്ല. നമ്മൾ ശരീര സൗന്ദര്യം അനുസരിച്ച് അങ്ങ് ചെയ്യും, അല്ലെങ്കിൽ സൃഷ്ടിയുടെ സൗന്ദര്യം അനുസരിച്ച് അങ്ങ് ചെയ്യും. അപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും താങ്കൾ വീണ്ടും ശില്പങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിർത്തുന്നേ ഇല്ല. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് താങ്കളുടെ ആഗ്രഹം കൊണ്ടാണോ അതോ ഒരു ആവശ്യം മാത്രമാണോ? ആഗ്രഹം കൊണ്ടല്ലേ. ആഗ്രഹം കൊണ്ടും ആരോഗ്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രായത്തിലും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോഴും ഈ ആര്യനാട് മാനവീയം വിധി ചെയ്തു ഈ വയസ്സ് സമയത്തും ആ ഒരാശയം അവിടെ കൊണ്ടുവരിക എന്നുള്ള ഒരാഗ്രഹമാണ്. താങ്കൾ ഒരു പ്രളയം പ്രവചിച്ചു എന്ന് കേട്ടുവല്ലോ, എന്താണ് അതിൻ്റെ പിന്നിലെ കഥ? പ്രളയം വന്നതിൻ്റെ തലേ ദിവസം ലളിതകലാ അക്കാദമിയുടെ ഒരു ക്യാമ്പ് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ച് നടത്തി. അപ്പോൾ ആ ഒരു മഴക്കാലം എന്നാണ് വിഷയം തന്നത്. അപ്പോൾ മഴക്കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞാൻ അതിൽ ആ ഒരു സീനറി വരച്ചു. ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണിച്ചു. ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ തന്നെ കുഞ്ഞു കുഞ്ഞു വീടുകൾ ഒഴുകുന്നതോടൊപ്പം ഒരു ഫ്ലാറ്റും ഒരു 8-10 നില കെട്ടിടമുള്ള ഒരു കെട്ടിടവും ചരിഞ്ഞ് വീഴുന്നതായിട്ട് കാണിച്ചു. എല്ലാവരും അന്ന് ഇത് വളരെ അവരൊക്കെ സംശയങ്ങൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കണ്ടവരൊക്കെ. പക്ഷേ രാത്രി ഉറക്കമെണീറ്റപ്പോൾ അടുത്ത ദിവസം നമ്മുടെ വെള്ളപ്പൊക്കം വന്നിട്ട് ധാരാളം കെട്ടിടങ്ങളുമൊക്കെ ഒഴുകിപ്പോയി. വടക്ക് ഭാഗത്തൊക്കെ അതൊക്കെ നമ്മൾ കണ്ടതാണ്. മരങ്ങളെല്ലാം ഒഴുകി പാലത്തിൻ്റെ പുറത്തൂടെയൊക്കെ മറിഞ്ഞു പോകുന്നതും ആൾക്കാർ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അത് കണ്ടിട്ട് വീണ്ടും മ്യൂസിയത്തെ ഒരു ആർട്ടിസ്റ്റ് എൻ്റെ അടുത്ത് വിളിച്ചു വെച്ചു, രാജേന്ദ്രൻ വരച്ച അതേപോലെ തന്നെ ഇന്ന് സംഭവിച്ചിരിക്കുന്നല്ലോ. അതൊരു പ്രത്യേക ഒരു സംഭവമായിരുന്നത്. ഞാൻ തലേ ദിവസം ഇത് വരച്ചതും അത് ഞാൻ എക്സിബിഷനൊക്കെ വെച്ചിരുന്നു മ്യൂസിയത്ത് ആ പടം. താങ്കൾക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഏതെങ്കിലും ശില്പത്തിന്? വിമർശനങ്ങൾ വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും. മ്യൂസിയം പിന്നെ റോഡിൻ്റെ ഭാഗത്തായിട്ട് ദിനോസറിനെ കുറിച്ചുള്ള അറിവുകൾ വരുന്നതിന് മുമ്പ് തന്നെ
ഞാൻ അവിടെ ഇപ്പോൾ സി കേശവൻ്റെ പ്രതിമ ഇരിക്കുന്ന സ്ഥലത്ത് ദിനോസറുകൾ 2 ദിനോസറുകൾ ഇങ്ങനെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിങ്ങനെ സിനിമയിലും പിന്നെ സീരിയലും പിന്നെ അവിടെ വരുന്ന കാഴ്ചക്കാരുമൊക്കെ ആ പടം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പ്രശസ്ത കലാകാരൻ അഭിപ്രായപ്പെട്ടു, ഈ ഐലൻഡുകളിലൊന്നും ഇത്ര ദുരൂഹമായ ശില്പങ്ങൾ ചെയ്യാൻ പാടില്ല. കളക്ടർ അന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അവിടെ ഒരു ഒട്ടകത്തിന് ചെയ്യണം. ഞാൻ പറഞ്ഞു അതല്ല, ഇപ്പോൾ ഒരു ദിനോസർ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് വംശം നാശിച്ച ദിനോസാറിൻ്റെ ഒരു ശില്പം ചെയ്യാം. ഞാൻ എൻ്റെ പടം കളക്ടറെ കാണിച്ചപ്പോഴത്തേക്കും നളിനീനറ്റം കാണിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഇത് മതിയെന്ന് പറഞ്ഞു. അത് ചെയ്തു വെച്ചു. ഈ അഭിപ്രായം പേപ്പറിൽ വന്നതിൻ്റെ ഈ പ്രശസ്ത ഒരു വ്യക്തി ശില്പി ഈ അഭിപ്രായം വന്നതിൻ്റെ ഒരു 2 ആഴ്ച കഴിഞ്ഞില്ല ആ ശില്പം എടുത്ത് തലകുത്തനെ ഇട്ടു. അവിടെ നിന്ന് എടുത്ത് തിരിച്ചു മറിച്ചിട്ടു. ഞാൻ ആൻ്റണി മുഖ്യമന്ത്രിയെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം ഒരു കത്തെഴുതി ഇതിനെ സംരക്ഷിക്കണം. ഉടൻ തന്നെ അവരതിനെ എടുത്ത് നേരെ ശംഖുമുഖത്ത് സ്റ്റാർ ഫിഷിൻ്റെ മുമ്പ് കൊണ്ടുവച്ചു, ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഇടത് സൈഡ്. ഞാൻ തന്നെ പോയി അതിനെ വീണ്ടും പൂർണ്ണ രീതിയിലാക്കി. അവിടെയും ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ആ ശില്പത്തിനെ അവിടെ വെച്ച് അടിച്ച് പൊട്ടിച്ച് പൗഡറാക്കി. അപ്പോൾ അതൊരു അനുഭവമാണ്, ജീവിതത്തിൽ അനുഭവിച്ച അനുഭവമാണ്. അവിടെ ഇരുന്നുകൊണ്ട് മ്യൂസിയത്തിരുന്നുകൊണ്ട് അതിനൊരു കുഴപ്പമില്ല. എല്ലാവർക്കും അറിവ് കൊടുത്ത ശില്പമാണ്. അതിന് ശേഷമാണ് സീരിയലിനെ കുറിച്ച് ദിനോസാറിനെ കുറിച്ച് സിനിമ വന്നതും നമ്മളൊക്കെ മറ്റ് ജനങ്ങളെല്ലാം അറിയാനും ഇടയായത്. അതിന് മുമ്പേ തന്നെ ദിനോസാർ എന്നുള്ള വാർത്ത കണ്ടമല്ല അവിടെ പേപ്പറിൽ ഇരിപ്പുണ്ട്. എല്ലാ പേപ്പറുകളും ദിവസവും അതിനെക്കുറിച്ച് എഴുതുമായിരുന്നു. ഒരുപാട് പടങ്ങൾ എടുത്തിടുമായിരുന്നു. എടുത്ത് ഒരു BJPക്കാർ എന്തോ അതിനകത്ത് കൊണ്ടുവന്ന് കളർ തേച്ചു. അതും എടുത്ത് മാതൃഭൂമി ഇതിന് ഈ ദ്രോഹം ചെയ്യാൻ ആവശ്യമുണ്ടോ, അതിൻ്റെ പുറത്ത് എന്തോ പരസ്യം എഴുതി ചെയ്യാം എന്നുള്ള വാർത്തകൾ വന്ന ശില്പമാണ്. വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ശില്പമാണ്. പ്രത്യേകിച്ചും മ്യൂസിയമായിട്ട് യോജിക്കുന്ന ഒരു ശില്പം. GB പുറത്തു വന്നു. അതിനുശേഷം അത് കണ്ടിട്ട് അവിടുത്തെ ഒരു ആർട്ടിസ്റ്റ് മ്യൂസിയത്തിനകത്ത് പിന്നീട് ആ ദിനോസാർ ശില്പം അവിടെ പുള്ളി സ്വന്തമായിട്ടുണ്ടാക്കി. സർക്കാർ തന്നെ അവിടെ മ്യൂസിയത്തിനകത്ത് ഉണ്ടാക്കി വെച്ചു. എന്തായാലും മുൻപ് ചെയ്തിരുന്നതിനേക്കാൾ മനോഹരമായിട്ട് ഇനിയും ഒരുപാട് ശില്പങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. എന്തായാലും ഹാപ്പി ക്രിസ്മസ്. സന്തോഷമായിട്ട് ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു.